ജെന്റിൽമെൻ, ബോയ്സ് ആൻഡ് ഗേൾസ്, പ്ലാറ്റ്ഫോം സെൻറ്റർ പുതുപുത്തൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്ന എവിടെയെന്ന് മനസ്സിലായല്ലോ, തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്താണ്. നമ്മളിവിടുന്ന് ഒരു യാത്ര പോകണം. എങ്ങോട്ടാണ് യാത്ര പോകുന്നത്? ഷൊർണൂരിലേക്കാണ് പോകുന്നത്. ഏത് വണ്ടിക്കാണ്? വന്ദേ ഭാരത് എക്സ്പ്രസ്. അപ്പോൾ നമ്മളിവിടുന്ന് 4 മണിക്ക് പോകുന്ന തിരുവനന്തപുരം മംഗലാപുരം, ട്രിവാൻഡ്രം സെൻട്രൽ, മംഗളൂരു സെൻട്രൽ 20632 വന്ദേ ഭാരത് എക്സ്പ്രസ്സിനാണ് നമ്മുടെ ഇന്നത്തെ യാത്ര. നമ്മുടെ ട്രെയിന് പ്ലാറ്റ്ഫോം നമ്പർ 1 നിന്ന് പുറപ്പെടും. 3:05 1 എന്നാണ് അനൗൺസ്മെൻറ്റ് ഡിസ്പ്ലേയിൽ കാണിക്കുന്നത്. നമ്മളിവിടെ 4 മണിക്കാണ് നമ്മുടെ ട്രെയിൻ പോവുക. പ്ലാറ്റ്ഫോം നമ്പർ 1 നിന്നാണ് പോവുക. നമുക്കെന്നാൽ പ്ലാറ്റ്ഫോം നമ്പർ 1ലേക്ക് പോവാം. എൻ്റെ സീറ്റ് C2 ആണ്. അപ്പോൾ ഏറ്റവും ഫ്രണ്ടിലായിരിക്കും എൻ്റെ സീറ്റ്. അപ്പോൾ എന്തായാലും വണ്ടി വന്നോട്ടെ. C2 എന്ന് പറയുമ്പോൾ 8ാമത്തെ കോച്ച് പൊസിഷനിൽ വരും. അപ്പോൾ നമുക്ക് ഉള്ളിലേക്ക് പോവാം. അതെ, Express via Alapura Ernakulam Shornur is at Trivandrum Central platform number 1. അപ്പോൾ നമ്മൾ 20632 മാംഗ്ലൂർ വന്ദേ ഭാരത് എക്സ്പ്രസ് പ്ലാറ്റ്ഫോം നമ്പർ 1 നിൽക്കുന്നുണ്ട്. ഈ ട്രെയിൻ ഏകദേശം 2:45 ആയപ്പോഴേക്കും ട്രിവാൻഡ്രത്തേക്ക് എത്തിയായിരുന്നു. ഇവിടുന്ന് ഇപ്പോൾ 4:05 പോകുള്ളൂ. യാത്രക്കാർ കയറി തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് വേണ്ടി കയറി നമ്മുടെ ബാഗൊക്കെ വെച്ചിട്ട് സമാധാനമായിട്ട് കുറച്ച് നേരം ഇരിക്കാകത്ത് AC യിൽ. ഇതാണ് നമ്മുടെ വണ്ടി. നമ്മൾ C2-ലാണെന്ന്. C2 എന്ന് പറയുന്ന ഫ്രണ്ടിൽ നിന്ന് 2ാമത്തെ കോച്ചാണ്. പതിവ് പോലെ മോട്ടോർ കോച്ചാണ്. നമുക്കിപ്പോൾ കുറച്ച് പ്രാവശ്യമായിട്ട് നമ്മുടെ എല്ലാ ട്രിപ്പുകളിലും നമുക്ക് മോട്ടോർ കോച്ചുകളാണ് കിട്ടുന്നത്. ഇന്നും മോട്ടോർ കോച്ച് തന്നെയാണ്. ഇന്ന് ഇതിനകത്ത് സീറ്റ് നമ്പർ 74 എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ഇതാണ് നമ്മുടെ കോച്ച് C2 235742. അകത്ത് ക്ലീനിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ക്ലീനിങ് കഴിഞ്ഞിട്ട് നമുക്ക് അകത്ത് കയറാം. എൻ്റെ സീറ്റ് എന്ന് പറയുന്നത് 74 74 പതിവ് പോലെ ലെഫ്റ്റ് സൈഡിലാണ്, അതും ബാക്ക്വേർഡ്സ്. നമുക്ക് എന്താണെന്നറിയില്ല, നമുക്ക് എപ്പോഴും അങ്ങനെയൊക്കെയാണ് കിട്ടുന്നത്. അങ്ങേ അറ്റത്തെ വിൻഡോ സീറ്റാണ് നമ്മുടെ. ഇനി ഇൻറ്റീരിയേഴ്സിന് കളർ സ്ലൈറ്റ്ലി ഡിഫറെൻ്റ് ആണ്. ഇൻറ്റീരിയേഴ്സ് സ്ലൈറ്റ്ലി ഡിഫറെൻ്റ് ആണ് ഈ കോച്ചിൻ്റെ. ഇത് നമ്മുടെ ട്രെയിനൊക്കെ ഫുഡ് കയറ്റാൻ വെക്കുന്നതെന്ന് തോന്നുന്നു. മറ്റേ കീപ്പ് വാം ടൈപ്പ് ബാഗുകളാണ്. നല്ല കോച്ചിൻ്റെ ഒക്കെ നമ്പേഴ്സ് എഴുതി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇത് കാലിയാണ്. പിന്നെ നമ്മുടെ കോച്ച് ക്ലീനിങ് നടക്കുന്നുള്ളൂ ഇതുവരെ. അതുകൊണ്ട് ആൾക്കാരെ കയറ്റിയിട്ടില്ല അകത്തോട്ട്. അവിടെ വാട്ടറിങ് നടക്കുന്നത്, വെള്ളം അടി കൂടെ പോകുന്നത് കാണാം. വാട്ടറിങ് നടക്കുന്നുണ്ട് ഇവിടെ. നമ്മുടെ ട്രെയിനിലൊക്കെയുള്ള സ്നാക്സ് ഐറ്റംസൊക്കെയാണ്. തൈര്, ചോക്കോപ്പൈ, ജ്യൂസ്, അങ്ങനത്തെ ഐറ്റംസൊക്കെയാണ് ഇത് വന്നിരിക്കുന്നത്. ഇതിപ്പോൾ പതുക്കെ ലോഡ് തുറന്നു. മീൻവേൽ ഇപ്പുറത്ത് നമ്മുടെ കോച്ചിൻ്റെ വിൻഡോ ഗ്ലാസ്സുകൾ വൃത്തിയാക്കുന്നുണ്ട്. കുറേ ക്ലീനിങ് നടക്കുന്നുണ്ട്. അകത്തെ യാത്രക്കാർ കയറി തുടങ്ങി. നമുക്കെന്നാൽ പതുക്കെ അകത്ത് കയറി നമ്മൾ ലഗേജൊക്കെ വെച്ചിട്ട് ബാക്കി വെച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ കോച്ചിൻ്റെ ഇൻറ്റീരിയേഴ്സ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ അപ്പോൾസ്ട്രിക്ക് വ്യത്യാസമുണ്ട്. റെഡ് കളർ അപ്പോൾസ്ട്രിയാണ് ഇതിൻ്റെ. ഈ കാണുന്ന വിൻഡോ സീറ്റാണ് എൻ്റെ 74-ലാണ് നമ്മൾ പോകുന്നത്. സീറ്റ് ഇൻ ജനറൽ സാധാരണ ഇതിൽ നമ്മൾ കാണുന്ന പോലെയൊക്കെ തന്നെയാണ്. ലെഗ് റൂം നമ്മൾ മധുര വന്ദേ ഭാരതിനെക്കാളും ബെറ്റർ ആയിട്ടുണ്ട്. ഫുഡ് റെസ്റ്റ് ഉണ്ട്. മാഗസീൻ പൗച്ചൊക്കെ പ്രായം കാണിച്ചു തുടങ്ങി. ഒരു ട്രേ, ടേബിള്, മൊത്തത്തിൽ ഓൺ ദ ഹോൾ സംഭവം കൊള്ളാം. ഇവിടുത്തെ വാട്ടർ ബോട്ടിൽ ഹോൾഡർ ഇവിടെയാണ്. കുറച്ചും കൂടി കാല് വയ്ക്കാൻ സ്ഥലമുണ്ട്. സംഭവം മൊത്തത്തിൽ കൊള്ളാം. ടോയ്ലറ്റ്സ് ഒക്കെ ഞാൻ വണ്ടി പുറപ്പെട്ട് വേണ്ടി ടോയ്ലറ്റ്സ് കാണിക്കാം. ഇപ്പം എന്തായാലും ജസ്റ്റ് ക്ലീൻ ചെയ്ത് പോയിട്ടേ ഉള്ളൂ. ഇതാണ് നമ്മുടെ കോച്ചിൻ്റെ ബിൽഡേഴ്സ് ബെഡ്. സെപ്റ്റംബർ 2023 ബിൽഡാണ്. ട്രിച്ചി ട്രിവാൻഡ്രം ഇൻ്റർസിറ്റി എക്സ്പ്രസ് ആണ്. ഇപ്പോൾ സമയം ഇപ്പോൾ 3:34. ഇനിയിപ്പോൾ 31 മിനിറ്റ് കൂടി നമുക്ക് പുറപ്പെടാൻ. ഒരു ലോക്കോ പൈലറ്റ് അകത്തുണ്ട്. പുള്ളി പുള്ളി അല്ല തോന്നുന്നു ക്രൂ. കാര്യം 2 പേരില്ല. അപ്പോൾ ശരിക്കുള്ള ക്രൂ ഇപ്പോൾ വരാനായിട്ടുണ്ട്. സാധാരണ അരമണിക്കൂർ മുമ്പ് ഒരു ചാർജ് എടുക്കും. നമ്മളങ്ങനെ ഒരുപാട് കാലത്തിന് ശേഷമാണ് ഇപ്പോൾ വൈറ്റ് വന്ദേ ഭാരതിൽ പോകുന്നത്. ലാസ്റ്റ് ട്രിപ്പ് എൻ്റെ ഓർമ്മ ശരിയാവുന്നത് ഡിസംബറിൽ ബാംഗ്ലൂർ ടു കോയമ്പത്തൂർ വന്നത് വൈറ്റ് വന്ദേ ഭാരതാണ്. പിന്നെ ഇവിടെ വൈറ്റ് കളർ വന്ദേ ഭാരത് നമ്മൾ യാത്ര ചെയ്തില്ല.
എന്നാൽ പിന്നെ ഒരു ടോയ്ലറ്റ് ടൂർ നടത്തേക്കാം. ഞാൻ വെസ്റ്റേൺ ടോയ്ലറ്റിലോടാണ് ആദ്യം കയറുന്നത് പതിവ് പോലെ. ലോക്ക് ഒരു ഇച്ചിരി ടൈറ്റാണ്, ക്ലീൻ ചെയ്ത് പോയിട്ടേ ഉള്ളൂ. നമ്മുടെ ഓട്ടോമാറ്റിക് സോപ്പ് ഡിസ്പെൻസർ പോയി, സാധനം ബട്ടൺ ടൈപ്പ് സാധനം ഉണ്ട്. ഇവിടെ ഇത് ഹാൻഡ് ഡ്രയർ ഉണ്ട്, ബാക്കിയൊക്കെ ഉണ്ട്. ജസ്റ്റ് ക്ലീൻ ചെയ്ത് പോയിട്ടുള്ളൂ. അതിനകത്തൊക്കെ മറ്റേ സോപ്പ് ഒഴിച്ചിട്ടുള്ളവർ. അപ്പുറത്തെ പ്ലാറ്റ്ഫോം നമ്പർ 4 തിരുവനന്തപുരം സിൽച്ചാർ എക്സ്പ്രസ്സിന് റേക്കോൺ ഇടുന്നുണ്ട്. നല്ല ടയേർഡായിട്ടുള്ള റേക്കാണ്. ഇവിടെ പാൻട്രി സ്റ്റാഫ് വന്നിട്ട് സ്നാക്സിന് ഐറ്റംസ് ഒക്കെ ഇടുന്നുണ്ട്. C1 എല്ലാം ലോഡ് ചെയ്ത് അവിടുന്ന് പാൻട്രി സ്റ്റാഫ് വന്നിട്ട് അവരവൻ കോച്ചിലേക്ക് ആവശ്യമുള്ളതൊക്കെ എടുത്തുകൊണ്ട് പോകുന്നുണ്ട്. അപ്പുറത്തെ പ്ലാറ്റ്ഫോം നമ്പർ 3 അനന്തപുരി എക്സ്പ്രസ് കയറി വന്നിട്ടുണ്ട്. കൊല്ലം ചെന്നൈക്കുമൂർ അനന്തപുരി എക്സ്പ്രസ്. സമയം ഇപ്പോൾ 4:02. നമ്മുടെ സ്റ്റാർട്ടർ ആയി കഴിഞ്ഞു. അപ്പോൾ നമ്മൾ കറക്റ്റ് 4:05 തന്നെ പോകും. നമ്മുടെ കോച്ച് ഏകദേശം ഇവിടുന്ന് തന്നെ ഫുള്ളാണ്. തിരുവനന്തപുരത്ത് നിന്ന് തന്നെ ഫുള്ളാണ് വൈകുന്നേരത്തെ വണ്ടി. രാവിലത്തെ വണ്ടി പോലെ രാവിലത്തെ വണ്ടി കൊല്ലത്തുനിന്ന് ഇത് ഫുള്ളായത്. ഇവിടുന്ന് തന്നെ ഏറെക്കുറെ ഫുള്ളാണ്. ഡോർസ് ആർ ക്ലോസ് ചെയ്യുന്ന അനൗൺസ്മെൻറ്റ് വന്നു. 2 സ്ഥലത്തും ഡോർ ഓപ്പണാണ്. അതിൽ ആദ്യം ഏത് ഡോർ അടയുന്നതാണ് എനിക്ക് കണ്ടത്. ദർവാസെ ബന്ദ് ഹോ രഹേ ഹൈ. സമയം ഇപ്പോൾ 4:05 നമുക്ക് പുറപ്പെടുന്നത്. ഇതിന് 4 ഭാഷയിൽ അനൗൺസ്മെൻറ്റ് വരും ഈ ട്രെയിനിൽ. ഈ ട്രെയിനിൽ ഇംഗ്ലീഷ്, ഹിന്ദി, കന്നഡ, മലയാളം ഇങ്ങനെ 4 ഭാഷയിൽ അനൗൺസ്മെൻറ്റ് വരുന്നു. 2 സൈഡ് ഒരുമിച്ച് മിന്നി തുടങ്ങി. ഇവിടെ മിന്നി, അവിടെ മിന്നുന്നുണ്ട്. 2 ഒരുമിച്ച് തന്നെയാണ്. അപ്പോൾ 2 ഡോറും അടഞ്ഞു. നമ്മളങ്ങനെ പുറപ്പെടാൻ റെഡിയായി. സമയം 4:04. കൃത്യം 4:05 നമ്മൾ തിരുവനന്തപുരം സെൻട്രലിൽ നിന്നും യാത്ര പുറപ്പെട്ടു. വണ്ടി കൃത്യസമയത്ത് ഷൊർണൂർ എത്തിയാൽ കൊള്ളാമായിരുന്നു. കാര്യം ഷൊർണൂരിൽ നിന്ന് കൃത്യസമയത്ത് എത്തിക്കഴിഞ്ഞാൽ ഒരു ബസ് കിട്ടും. ഇല്ലാന്നുണ്ടെങ്കിൽ കുറേ നേരം ഞാൻ അവിടെ പോസ്റ്റ് ആവും. അപ്പോൾ നമ്മുടെ സീറ്റ് ലെഫ്റ്റ് സൈഡിലായതുകൊണ്ട് ഒരുപാടൊന്നും ക്രോസിങ്സ് ഒന്നും പിടിക്കാൻ പറ്റില്ല. അൺഫോർച്ചുനേറ്റ്ലി കോ പാസഞ്ചർ ഒരു ലേഡിയും കൂടി ആയതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് എൻറ്റ് വരിക എന്ന് പറയുന്നത് നടക്കുന്ന കാര്യമല്ല. അപ്പോൾ നമുക്ക് കഴിയുന്ന പോലെയൊക്കെ നമുക്ക് ക്യാപ്ചർ ചെയ്യാം. ഇപ്പോൾ എനിക്കൊന്ന് ഈ പ്ലാറ്റ്ഫോമിലൂടെ നാഗർകോവിൽ ഗാന്ധിധാം എക്സ്പ്രസ് വരാണ്ടെന്നതിന് പുറകെ അതാണ് ഇവിടെ യാത്രക്കാരുള്ളത്. അപ്പോൾ നമ്മളങ്ങനെ തിരുവനന്തപുരം സെൻട്രലിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങി. എന്നാൽ പിന്നെ നമുക്ക് നമ്മുടെ സീറ്റിലോട്ട് പോകാം. തിരുവനന്തപുരം സെൻട്രലിൽ നിന്ന് പുറത്തോട്ട് നമ്മുടെ ലോക്കോ നമ്മളങ്ങനെ കൊച്ചുവേളി ബസ്സാകും. മഴയൊന്നുമില്ല കേട്ടോ, മഴയൊന്നും വിചാരിക്കേണ്ട. ഇത് കണ്ടൻസേഷൻ വെള്ളം സൈഡിൽ കൂടെ ഒലിച്ച് വരുന്നതാണ്. അപ്പോൾ നമ്മുടെ പണി തുടങ്ങാനുള്ള സമയമായി. നമ്മുടെ സ്നാക്സ് വന്നിട്ടുണ്ട്, ഈവനിങ് സ്നാക്സ്. ഈവനിങ് സ്നാക്സിൽ എന്തൊക്കെയാണെന്ന് നമുക്ക് ഇതൊക്കെ ഒന്ന് തുറന്നിട്ട് നോക്കണം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ സ്നാക്ക് ട്രെയിലുള്ളത്. എന്തൊക്കെയാണ്? ഒരു ചെറിയ വട ചെറുതാണെങ്കിലും തുളവില്ലതാണ്. പിന്നെ പതിവുള്ള സാധനം ചിവിട. പിന്നെ again പതിവുള്ള സാധനം ബിക്കാജിയുടെ പീനട്ട് ചിക്കി, ചായോസിൻ്റെ മസാല ചായ, പിന്നെ മോഡേണിൻ്റെ ഒരു വാനില ക്രീം ബൺ, പിന്നെ അതുപോലെ ഒരു റിഫ്രഷിങ് വൈപ്പ്. ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തുള്ളത്. തിരുവനന്തപുരം ഡിവിഷനിൽ നമുക്ക് ഈ 110 അങ്ങനെ കാണാൻ കിട്ടുന്നതല്ല. നമ്മുടെ തിരുവനന്തപുരത്തിനും കൊല്ലത്തിനും ഇപ്പോൾ ചിറയങ്ങി എടുക്കുന്നു. ഇവിടെ നമ്മൾ 110 പിടിക്കുന്നുണ്ട് ട്രെയിൻ. അന്ത്യോദയ MT റേക്കാൻ തോന്നുന്നു. കടക്കാവൂര്.
16331 16332 മുംബൈ CSMT തിരുവനന്തപുരം വീക്ക്ലിയുടെ റേക്കും. ആ റേക്കിനെ മെയിൻ ലൈൻ ഇട്ടിരിക്കുന്നതുകൊണ്ടാണ് നമ്മൾ ഈ അകത്ത് കൂടെ കറങ്ങി തിരിഞ്ഞ് പോകേണ്ടി വന്നത്. ആ റേക്ക് ഉപയോഗിച്ച് സെപ്റ്റംബർ ഒരു വീക്കിലി സ്പെഷ്യൽ എങ്ങോട്ടെങ്കിലും ഓടിക്കാം, ചെന്നൈയോ ബാംഗ്ലൂരോ എങ്ങോട്ടെങ്കിലും ഒരു വീക്കിലി സ്പെഷ്യൽ ഓടിക്കാമെന്നാണ്. പക്ഷെ ഓടിക്കേണ്ട റേക്ക് കാത്ത് സൂക്ഷിച്ച് വെച്ചിരിക്കുകയാണ്. രവൂർ കായലാണ്. അപ്പം നമ്മളങ്ങനെ ജസ്റ്റ് കൊല്ലം സ്റ്റേഷനിലോട്ട് കയറാൻ പോകുന്നു. ഇതിവിടെ പുതുതായിട്ട് പണിയുന്ന ഒരു സാറ്റലൈറ്റ് ട്രാക്ക് മെയിൻ്റനൻസ് ഡിപ്പോ ആണ്. ട്രാക്ക് മെയിൻ്റനൻസ് മെഷീനുകളുടെ സാറ്റലൈറ്റ് ഡിപ്പോ ആണ്. അതായത് മറ്റേ ഈ നമ്മുടെ ടാമ്പിംഗ് മെഷീനും അങ്ങനത്തെ മെഷീൻസ്. ആ കാണുന്ന പുതിയ കൊല്ലം സ്റ്റേഷൻ അഡ്മിനിസ്ട്രേറ്റീവ് ബിൽഡിംഗ് ആണ്. അഡ്മിനിസ്ട്രേഷൻ സെക്ഷൻ മൊത്തം കൊടുത്തു. പിന്നെ സൈഡിൽ RPF ഓഫീസൊക്കെ ഓൾറെഡി തുറന്നു കഴിഞ്ഞു, പോലീസ് സ്റ്റേഷൻ. ഇപ്പോഴത്തെ സെക്കൻഡ് എൻട്രൻസിനും പുതിയ ബിൽഡിംഗ് വരുന്നുണ്ടെന്ന് തോന്നുന്നു. നമ്മളങ്ങനെ ജസ്റ്റ് കൊല്ലം ജംഗ്ഷനിലേക്ക് കയറുന്നു. സമയം 4:55. ആ കിടക്കുന്നത് നാഗർകോവിൽ കോട്ടയം പാസഞ്ചറാണ്. നമുക്ക് മുന്നേ ട്രിവാൻഡ്രത്ത് നിന്ന് വിട്ടതായിരുന്നു. അതിന് ഇവിടുന്ന് 5:30 പോകുള്ളൂ. 5:30 വരെ അത് കിടക്കും. ഇതേ റേക്കാണ് കോട്ടയം നിലമ്പൂർ പാസഞ്ചറായിട്ട് വരുന്നത്. പാസഞ്ചറല്ല, എക്സ്പ്രസ്. ഇറ്റാർസീഡ് G9 ആണ്, 38082. അങ്ങേ അറ്റത്ത് ഒരു സദേൺ റെയിൽവേ മാർക്കറ്റ് കുറേ കോച്ചുകൾ കിടക്കുന്നുണ്ട്. 3 ടയർ കോച്ചുകളെല്ലാം. നമുക്ക് തൊട്ട് പുറകെ ഗാന്ധിധാം എക്സ്പ്രസ് ഉണ്ട്. അതിനുള്ള തിരക്കാണെന്ന് പലതൊക്കെ കാണുന്നത്. വലിയ മറ്റേ കാട്ടിൽ നിറച്ച ലഗേജൊക്കെ ആയിട്ട്. SMPR ഗ്ലോബൽ റെയിൽവേസിൻ്റെ മറ്റേ ഭാരത് ഗൗരവ് റേക്ക് കിടക്കുന്നുണ്ട്. അരക്കോണത്തിന് 2267 WAG4 കിടക്കുന്നുണ്ട്. 2 എറണാകുളം ആൽക്കോസ് കിടക്കുന്നു. മൺട്രോത്തുരുത്ത് വഴി പോയിക്കൊണ്ടിരിക്കുന്നു.
അപ്പോൾ നമ്മളങ്ങനെ കായംകുളത്തേക്ക് എത്തുന്നു. നമുക്ക് സ്റ്റോപ്പൊന്നുമില്ല. പ്ലാറ്റ്ഫോം നമ്പർ 1 കയറുന്നത് ആലപ്പുഴ മെയിൻ ലൈനിലോട്ട് കയറാൻ വേണ്ടിയാണ്. അപ്പോൾ നമ്മളങ്ങനെ ആലപ്പുഴ മെയിൻ ലൈനിലോട്ട് കയറി. ആലപ്പുഴ വഴിയാണ് ഈ ട്രെയിൻ പോകുന്നത്. അങ്ങനെ പതുക്കെ സൺസെറ്റ് ആവാറായിട്ടുണ്ട്. പതുക്കെ താന്ന് വരുന്നു. കൊണ്ടുവരണം. നമ്മളെന്താണോ ലൂപ്പ് ലൈൻ വഴി കയറ്റി വിട്ടത്. അപ്പോൾ അവൻ വരാൻ വേണ്ടി നമ്മൾ കാത്തിരുന്നു. ആലപ്പുഴ കൊല്ലം മെമു. ആലപ്പുഴയിലെ പിറ്റ് ലൈന് ധൻബാദ് എക്സ്പ്രസിന് കൂടെ കയറിയിട്ടുണ്ട്. പൂർണ്ണമായി നിർത്തിയതിനു ശേഷം മാത്രം ദയവായി ശ്രദ്ധാപൂർവ്വം ഇറങ്ങുക. ഇവിടെ എറണാകുളം എക്സ്പ്രസ് സാധനം വെയിറ്റ് ചെയ്യാറുണ്ട്. എറണാകുളം എത്തിയിട്ടില്ല. എറണാകുളം ലേറ്റാണ്.
ഇത് എറണാകുളം പാസഞ്ചർ, ആലപ്പുഴ എറണാകുളം പാസഞ്ചർ. ജനശതാബ്ദിയുടെ പഴയ റേക്കാണ്. നിങ്ങളുടെ എല്ലാ സാധനങ്ങളും നിങ്ങളുടെ കൈവശമുള്ളതായി ദയവായി ഉറപ്പാക്കുക. कृपया अपना सारा सामान अपने साथ ले जाना न भूलें। സെക്കൻഡ് ജൻ ഷെയർകാർ കം ഗാർഡ്. ആലപ്പുഴ എറണാകുളം പാസഞ്ചറാണ്. ഇതേ റേക്ക് എറണാകുളം, ഗുരുവായൂർ, തൃശ്ശൂർ പാസഞ്ചറായിട്ട് മാർക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ ഏറനാട് വരുന്നവരെ നമ്മൾ വെയിറ്റ് ചെയ്യുന്നില്ല, നമ്മളിവിടെ നിന്ന് എടുക്കുകയായി. ഏറനാട് ഇപ്പോൾ വഴിയിലെവിടെയെങ്കിലും പിടിച്ചിട്ട് വരും. 22871 ആരക്കോട് മാപ്പ് 4 ആണ് നോക്കൂ. ഇതിൻ്റെ ഇപ്പോൾ അങ്ങേറ്റ് നടക്കുന്നത് നമ്മുടെ ധൻബാദ് എക്സ്പ്രസിൻ്റെ ബാക്കി കോച്ചുകളാണ്. പിക്കപ്പ് കണ്ടില്ലേ, ഹായ് എന്താ രസമല്ലേ. ആ കിടക്കുന്നതാണ് മംഗലാപുരം തിരുവനന്തപുരം ഏറനാട് എക്സ്പ്രസ്. നമ്മളിതിനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷെ അന്ന് നമ്മൾ ആലപ്പുഴ വെച്ചാണ് വന്ദേ ഭാരതിനെ ക്രോസ് ചെയ്തത്. തുറവൂർ സ്റ്റേഷനാണിത്. നമ്മളെ ലൂപ്പ് ലൈനിൽ വീണ്ടും പിടിച്ചു. ജനശതാബ്ദി എക്സ്പ്രസ്, കോഴിക്കോട് തിരുവനന്തപുരം ജനശതാബ്ദി എക്സ്പ്രസ് പോകാൻ വേണ്ടി പിടിച്ചിട്ടാണ്.
for traveling with Indian Railways. അപ്പോൾ നമ്മളങ്ങനെ ജസ്റ്റ് എറണാകുളം ജംഗ്ഷനിലോട്ട് കയറുന്നു. दरवाजे नहीं है. അഖിലകളും തിരയുತ್ತಿല്ല. ಭಾರತೀಯ ರೈಲ್ವೆಯಲ್ಲಿ ಪ್ರಯಾಣಿಸಿದ್ದಕ್ಕಾಗಿ ವಂದನೆಗಳು. ഇവിടെ നിന്നാണ് നമ്മൾ ഡിന്നർ ലോഡ് ചെയ്യുന്നത്. ഡിന്നർ ക്രേറ്റ്സുകൾ കൊണ്ടൊക്കെ വെച്ചിട്ടുണ്ട് അവിടെ ആണ്ടായിരിക്കുന്നത്. നമ്മുടെ ഡിന്നറൊക്കെ ഇവിടുന്ന് കയറി. നല്ല ആൾ കയറി. വണ്ടി ഇതാ വീണ്ടും ഫുള്ളായി. കോച്ച് വീണ്ടും ഫുള്ളാവാണ്. നമ്മുടെ സ്റ്റാർട്ടർ ഓൾറെഡി ആയിരുന്നു. സ്റ്റാർട്ടർ ഓൾറെഡി ആംബറാണ്. ഡോറടയേ. അപ്പോൾ ഡോറടഞ്ഞു. സമയം ഇപ്പോൾ 7:05. ಬಾಗಿಲುಗಳು ಮುಚ್ಚುತ್ತಿವೆ. ದರ್ವಾಜೆ ಬಂದಿದೆ. സമയം 7:06. നമ്മളങ്ങനെ എറണാകുളം ജംഗ്ഷനിൽ പുറപ്പെട്ടു. വണ്ടി ഇപ്പോൾ ഏകദേശം ഒരു 15 മിനിറ്റോളം ലേറ്റ് ആണെന്ന് തോന്നുന്നു. എക്സാക്ട് ലേറ്റ് എനിക്കറിയില്ല. എക്സാക്റ്റ് ആയിട്ട് താഴെ ക്യാപ്ഷനിലുണ്ടാവും. അപ്പോൾ നമ്മളങ്ങനെ എറണാകുളം ജംഗ്ഷനിൽ പുറപ്പെട്ടു. നമ്മുടെ അടുത്ത സ്റ്റോപ്പിന് തൃശ്ശൂരാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് സ്റ്റോപ്പുള്ളത് ഷൊർണൂരാണ്. ഷൊർണൂർ വരെയാണ് നമ്മുടെ ഇന്നത്തെ യാത്ര. സ്വർണ്ണജയന്തി എക്സ്പ്രസ്സിന് ഓവർടേക്കുന്നതാണ് കളമശ്ശേരി സ്റ്റേഷനിൽ. അപ്പോൾ നമ്മുടെ ഡിന്നർ സെർവായി. വണ്ടി ഇപ്പോൾ ഏകദേശം പുതുക്കാട് എത്താറായി. ഇപ്പോഴാണ് ഫുഡ് വന്നത്. തൃശ്ശൂരൊക്കെ ഇറങ്ങുന്ന യാത്രക്കാരനെ നല്ല പാടാണ്. കഴിച്ചു ഇറങ്ങാനുള്ള സമയം കിട്ടില്ല. പുതുക്കാട് സ്റ്റേഷൻ വഴിയുള്ള റൺ ഐലൻഡ് എക്സ്പ്രസ്സിന് ഓവർടേക്കുന്നു. അപ്പോൾ ഇതാണ് ഡിന്നർ പ്ലെയിൻ റൈസ്, ദാള്, പനീർ കറി അതേപോലെ, പിന്നെ ഒരു ഉരുളക്കിഴങ്ങിൻ്റെ ഡ്രൈ സബ്ജി, പിന്നെ തൈരുണ്ട്, ഐസ്ക്രീമുണ്ട്, ബട്ടർ സ്കോച്ചിൻ്റെ ഐസ്ക്രീമുണ്ട്, ഇതിൻ്റെ കൂട്ടത്തിൽ 2 ചപ്പാത്തിയുണ്ട്. പനീറിൻ്റെ കറി ഒന്ന് ടേസ്റ്റ് നോക്കിയാൽ പ്രത്യേകിച്ച് ഫ്ലേവറൊന്നുമില്ല. ഒരു മണിപ്പീൻ സാധനം. അപ്പം നമ്മളങ്ങനെ തൃശ്ശൂരിലേക്ക് എത്തി. നിങ്ങളുടെ എല്ലാ സാധനങ്ങളും നിങ്ങളുടെ കൈവശമുള്ളതായി ദയവായി ഉറപ്പാക്കുക. कृपया अपने
अपना सारा सामान अपने साथ ले जाना न भूलें। Please remember to take all your belongings with you. ದಯವಿಟ್ಟು ನಿಮ್ಮ ಎಲ್ಲ ವಸ್ತುಗಳನ್ನು ನಿಮ್ಮೊಂದಿಗೆ ತೆಗೆದುಕೊಳ್ಳಲು മറിയതിരി. നമ്മളങ്ങനെ തൃശ്ശൂരിൽ നിന്ന് പുറപ്പെട്ടു. ഐസ്ക്രീമും ഒരു ട്രേയുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. അമൂലിൻ്റെ ബട്ടർ സ്കോച്ച് ഐസ്ക്രീമാണ്. അപ്പോൾ നമ്മൾ നേരത്തെ വെസ്റ്റേൺ ടോയ്ലറ്റിൻ്റെ റിവ്യൂ കാണിച്ചായിരുന്നു. അതായത് ഞാൻ ഇന്ത്യൻ ടോയ്ലറ്റിനെ കാണിക്കണമെന്ന് ചിലപ്പോൾ പറ്റില്ലായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ടോയ്ലറ്റ് ഒക്യുപ്പൈഡ് ആണെന്ന്. സംഭവം ഒന്നുമല്ല. കണ്ട ഇവിടെ സാധാരണ കുറ്റി വന്നു, മറ്റേ സാധനമൊക്കെ പോയി, സാധാരണ കുറ്റി വന്നു ഇവിടെ. ബാക്കി അതർവൈസ് മെയിൻ്റനൻസ് അത്യാവശ്യം വൃത്തിയുണ്ട്. ഇവിടെ ഹാൻഡ് ഡ്രയറും സോപ്പ് ഡിസ്പെൻസറൊക്കെ ഉണ്ട്, സാധനങ്ങളൊക്കെ ഉണ്ട്. ಸಂಪೂರ್ಣ ನಿಲುಗಡೆಗೆ ಬಂದ ನಂತರವೇ ದಯವಿಟ್ಟು ಎಚ್ಚರಿಕೆಯಿಂದ ಇರಿಯಿರಿ. നിങ്ങളുടെ എല്ലാ സാധനങ്ങളും നിങ്ങളുടെ കൈവശമുള്ളതായി ദയവായി ഉറപ്പാക്കുക. कृपया अपना सारा सामान अपनी 30408 രായപുരത്തിൻ്റെ മംഗളൂരു എക്സ്പ്രസ് 16348 മംഗളൂരു തിരുവനന്തപുരം എക്സ്പ്രസ്. നമ്മൾ ഷൊർണൂരിൻ്റെ പ്ലാറ്റ്ഫോം നമ്പർ 7 ഇതാ കയറിയിരിക്കുകയാണ്. അപ്പോൾ തന്നെ ഒരു 10-15 ലക്ഷം രൂപ മുന്നേ കയറി പോയിട്ടുണ്ടോ, ഓർഡർ വന്നു കഴിഞ്ഞിട്ടുണ്ടോ. ഇപ്പോഴും നമ്മൾക്ക് നമ്മുടെ ആളുകൾ പിടിച്ച് അടുത്ത ഇതിലോട്ട് പ്രോസസ്സിംഗ് കമ്പനി ആദ്യം പറയും ഒരു 50,000 2 ലക്ഷം രൂപ വരുന്നു. അപ്പം അത് ഫോൾഡിങ് ചെയ്ത് അങ്ങനത്തെ മുണ്ടായിരുന്നു വരുന്നത്. ഫുൾ കോട്ടൺ, 100% കോട്ടൺ. ഇത് ഉണ്ടാക്കുന്നവരില്ലേ ഒന്നും കിട്ടില്ല, ഭൂരിപക്ഷം കിട്ടുന്നു ഉണ്ടാക്കുന്നത്. ഞാൻ ഈ ബ്രോക്കർമാരെല്ലാം വിട്ട് നേരിട്ട് പോയി കച്ചവടം ചെയ്യണം. നേരിട്ട് കച്ചവടം ചെയ്യുമ്പോഴല്ലേ ഇതിൻ്റെ സംഭവം മനസ്സിലാകും. അങ്ങനെ നേരിട്ട് കച്ചവടത്തിൽ നേരിട്ട് വേണ്ടിയില്ല. on right side. സമയം 8:46. നമ്മൾ ജസ്റ്റ് ഷൊർണൂരിലേക്ക് എത്തി. വണ്ടി നിൽക്കുമ്പോൾ തന്നെ വണ്ടിയുടെ സ്റ്റാർട്ടറൊക്കെ പച്ചയാണ് ഓൾറെഡി. ക്രൂ ചേഞ്ച് ഉണ്ട്, ഫ്രഷ് ക്രൂ ജസ്റ്റ് കയറുന്നു, ക്രൂ കയറിയാണ് വണ്ടി പോകും. നമുക്കിനി കുറച്ച് നടക്കാനുണ്ട്. ബാക്കിലാണ് ഫുട് ഓവർ ബ്രിഡ്ജ്. ഫുട് ഓവർ ബ്രിഡ്ജ് വരെ നമുക്ക് നടക്കണം. ഫുട് ഓവർ ബ്രിഡ്ജ് വരെ നടന്നിട്ട് വേണം പുറത്തിറങ്ങാൻ. ഇതായിരുന്നു നമ്മൾ വന്ന കോച്ച് 235742 C2 20632. മൊത്തത്തിൽ 2 ആ 20632 തിരുവനന്തപുരം സെൻട്രൽ മംഗളൂരു സെൻട്രൽ വന്ദേ ഭാരത് എക്സ്പ്രസ്. അപ്പോൾ ഷൊർണൂർ എത്തിയില്ല സ്ഥിതിക്ക് ഇനിയിപ്പോൾ നമ്മുടെ അടുത്ത പണി എന്ന് പറയുന്നത് ഇവിടുന്ന് പുറത്തിറങ്ങി ഈ പെരുന്തൽമണ്ണയ്ക്ക് വല്ല ബസ്സും വല്ലതും കിട്ടുമോ നോക്കണം ഈ സമയത്ത്. കാര്യം ട്രെയിനുകളൊന്നുമില്ല. ഇനിയിപ്പോൾ തൃശ്ശൂർ ഭാഗത്തുനിന്നോ വല്ലതൊക്കെ വരുന്ന വല്ല ബസ്സും കിട്ടിയാലായി. അൺപ്രഡിക്റ്റബിളാണ്, അതാണെങ്കിൽ അൺപ്രഡിക്റ്റബിൾ ആണ് താനും ബസ്സുകൾ. അപ്പോൾ ഇനിയിപ്പോൾ നമ്മുടെ ലക്ക് നോക്കാൻ നമുക്ക് വേറെ വഴിയൊന്നുമില്ല. കുറച്ച് നേരം നിൽക്കേണ്ടി വരും. ഇപ്പോൾ 8:30 ഒരു ബസ് ഉണ്ടായിരുന്നു, അത് ലേറ്റായിട്ടുണ്ടാവണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഞാൻ നടക്കുന്നത്. അത് കിട്ടുകയാണെങ്കിൽ നമുക്കതിന് കയറണമെങ്കിൽ ഒരു 10 മണിയൊക്കെ ആകുമ്പോഴേക്കും നമുക്ക് പെരിന്തൽമണ്ണ ഇറങ്ങാമായിരുന്നു. അപ്പോൾ നമ്മൾ ട്രെയിൻ പോയി ബാക്കിലത്തെ ഹോൺ അടിച്ചു, ഗാർഡ്മാനിൽ നിന്ന് ഹോൺ അടിച്ചു, ലൈറ്റ്സ് ഫ്ലാഷായി. ഇപ്പോൾ ഡോർ ക്ലോസ് ചെയ്ത് അവൻ പോവും. അപ്പോൾ ഡോറ് ക്ലോസായി. ഇനിയിപ്പോൾ ഇവിടുന്ന് വിട്ടുപോയാൽ മതി. ഞാൻ പറഞ്ഞ ട്രെയിൻ നിർത്തിയപ്പോൾ തന്നെ ട്രെയിനിൻ്റെ സ്റ്റാർട്ടർ പച്ചയായിരുന്നു, പച്ചയല്ല മഞ്ഞയായിരുന്നു, അഡ്വാൻസ്ഡ് പച്ചയായിരുന്നു. അപ്പോൾ ജസ്റ്റ് ഒരു പ്രൊസീജിയർ. അങ്ങനെ നമ്മുടെ വന്ദേ ഭാരത് എക്സ്പ്രസ് പുറപ്പെട്ടു പോയി.
ബാക്കിലെ ഹെഡ്ലൈറ്റ്സ് അവർ യൂഷ്വലി ഓൺ ചെയ്തിടും. അത് കോഷൻ ഓർഡേഴ്സും പോയിൻറ്റ്സൊക്കെ പാസ് ചെയ്ത് കാണാനാണെന്നാണ് പറയപ്പെടുന്നത്. സാധാരണ ട്രെയിനൊന്നും ചെയ്യാറില്ല. അപ്പോൾ അങ്ങനെ ഞാൻ പ്ലാറ്റ്ഫോം നമ്പർ 1 എത്തി. ഇവിടെ ഇപ്പോൾ ജസ്റ്റ് എറണാകുളം ഷൊർണൂർ ഒരു മെമ്മോ വന്ന് കയറി. ഈ സാധനം അവർ ഇതുവരെ നിലമ്പൂർക്ക് നീട്ടിയിട്ടില്ല. നീട്ടിയിട്ടുണ്ടായിരുന്നെങ്കിൽ എനിക്കിന്ന് ടെൻഷൻ ഉണ്ടായിരുന്നില്ല, അതിന് കയറി പോയാൽ മതിയായിരുന്നു. പക്ഷേ റെയിൽവേ ഇതുവരെ അതിനെപ്പറ്റിയുള്ള ഒരു തീരുമാനം എടുത്തിട്ടില്ല. എന്നാൽ പിന്നെ നമുക്ക് സ്റ്റേഷന് പുറത്തേക്ക് പോകാം. നമ്മുടെ യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾ ഫുൾ വീഡിയോ കണ്ടിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഈ കണ്ടൻറ്റ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്നും ഞാൻ വിചാരിക്കുന്നു. ഇതാണ് ഷൊർണൂർ ജംഗ്ഷൻ. രാത്രിയിൽ ദീപാലങ്കാര പ്രഭയിൽ നല്ല ഭംഗിയാണ്. അവിടെ കുറേ ലൈറ്റ്സൊക്കെ പിടിക്കണം, നല്ല ഭംഗിയാണ് ഇവിടെ കാണാൻ. അപ്പോൾ ഈ വീഡിയോ മുഴുവൻ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ മൊത്തത്തിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ ഫീഡ്ബാക്ക്, കമൻറ്റ്സ്, സജഷൻസൊക്കെ തീർച്ചയായിട്ടും രേഖപ്പെടുത്തണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക. മെമ്പർഷിപ്പ്, സൂപ്പർ താങ്ക്സ് പോലത്തെ മെത്തേഡ്സൊക്കെ ഉപയോഗിക്കാൻ നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. ദിസ് ഇസ് വിനയ് ശങ്കർ signing off from Platform 7. See you very soon in another video. Until then, bye bye.